നമ്മൾ കാസർഗോഡേക്കാണ് ഫസ്റ്റ് ഡയറക്റ്റ് പോകുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു പ്ലാനാണ് പോകുന്നത്. ഹെഡ്ലൈറ്റ് പഴയ ഹെഡ്ലൈറ്റ് ടോട്ടലി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മളത് പുതിയ ഫ്രെയിം അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ പുതിയ ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഇനി ലൈറ്റ് കൊടുക്കാനുണ്ട്. ടിയാൻറ്റിൻ്റെ മുന്നിലാണ്. ടിയാൻറ്റിൻ്റെ മുന്നിൽ നേരെ കഴിഞ്ഞാൽ പിന്നെ തലക്കടത്തൂർ പാലാണ്. പാലം കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ആലിക്കാസ് ഹോസ്പിറ്റൽ പണ്ടത്തെ പൽനൂറാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. നമ്മളെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ കേരള ട്രിപ്പാണ്. അത്യാവശ്യം സമയമെടുത്ത് ചെയ്യുന്ന ഒരു ട്രിപ്പാണ് ഓൾ കേരള. നമുക്കറിയാവുന്നതിന് നമ്മളെടുക്കുന്നത് മാക്സിമം ഒരു 10 ദിവസത്തിൻ്റെ അകത്ത് പോയി തിരിച്ചു വരാനുള്ളൊരു ക്യാപ്പാണ് നോക്കുന്നത്. അതിൽ കൂടുതൽ വരണമെങ്കിൽ 10-12 ദിവസം, അതിൽ അപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ മാക്സിമം ഓരോരോ ജില്ല എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പോകുന്നത്. നമ്മളതിൻ്റെ മുന്നോട്ടായിട്ട് നമ്മൾ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുള്ളറ്റിന് തന്നെ ഏകദേശം 25 വർഷത്തോളം ബാക്കായിട്ടുള്ള നമ്മളെ റോയൽ എൻഫീൽഡാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വണ്ടിയായിട്ട് തന്നെ പോകുന്നത് ഒരു ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. അപ്പോൾ റോയൽ എൻഫീൽഡിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും, ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, പഴയ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വണ്ടി ഒന്ന് ചേഞ്ചസ് ആക്കാണ്ട്. വണ്ടി എന്താ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓൾ കേരള ട്രിപ്പൊക്കെ ആകുമ്പോൾ അത്യാവശ്യം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സോട് കൂടി തന്നെ പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണലി ഫ്യൂൽ ക്യാനും അതുപോലെ തന്നെ സൈഡിലുള്ള സ്റ്റോറേജ് ബോക്സൊക്കെ സെറ്റ് ചെയ്യാണ്ട്. അത് മാത്രമല്ല ടോട്ടലി ഇങ്ങനെ ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഒന്ന് ചേഞ്ച് ആക്കാണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഫുൾ വീഡിയോ ഉണ്ടായിരിക്കും. നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ December 16 ശനിയാഴ്ച മോർണിംഗോട് നമ്മൾ പോകും. നമ്മൾ നേരെ പോകുന്ന ഡയറക്റ്റ് കാസർഗോഡാണ്. കാസർഗോഡ് പോയിട്ടാണ് നമ്മൾ അവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രോണ്ടം വരെ നമ്മൾ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിലേക്ക് ആണ്. ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ റൈഡ് ചെയ്ത് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യുക, ജസ്റ്റ് ഫോളോ മീ. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത്. വീട്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പോകുന്നത്. ഫസ്റ്റ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നത് നമ്മൾ സ്റ്റാർട്ടെല്ലാം തരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിനി ഫസ്റ്റിൽ വർക്ക്ഷോപ്പിൽ പോകണം. നമ്മൾ ഈ കാണുന്ന ബുള്ളറ്റ് ആയിട്ട് തന്നെ നമ്മൾ പോകുന്നത്. അതുമാത്രമല്ല ബുള്ളറ്റിൻ്റെ മോഡൽ എന്ന് പറയുമ്പോൾ ഏകദേശം 1997 25 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫസ്റ്റ് റിന്യൂവൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന ബുള്ളറ്റ് ആയിട്ട് പലർക്കും ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും, ഇപ്പോൾ ഈ ഒരു ബുള്ളറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങൾ വരുമോ, വരും നിൽക്കുമോ എന്നൊക്കെ. ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം നമ്മൾ വർക്ക് എടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടോട്ടലി സ്മൂത്ത് ആയിട്ടുണ്ട്. മൈലേജും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് നോക്കാം എത്രത്തോളം ഇത് സക്സസ് ആവുമെന്നുള്ളത്. നമ്മൾ ഓൾ കേരള ട്രിപ്പ് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടാനുണ്ട്. അത് മാത്രമല്ല നല്ല സേഫ്റ്റിയോട് തന്നെ പോകും വേണം. ഫസ്റ്റ് റൈഡാണ് നമ്മൾ ബ്ലോഗ് തുടങ്ങിയ ഫസ്റ്റ് റൈഡ് എന്ന് പറയുമ്പോൾ ഓൾ കേരള. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ഒരു ഓൾ കേരള ട്രിപ്പ് ആദ്യമായിട്ടാണ് പോകുന്നത്. അതുമാത്രമല്ല കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണൂർ, കാസർഗോഡ് നമ്മൾ പോയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാസർഗോഡേക്കാണ് ഫസ്റ്റ് ഡയറക്റ്റ് പോകുന്നത്. കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരം വരെയുള്ള ഒരു പ്ലാനാണ് പോകുന്നത്. എത്രത്തോളം ഏതൊക്കെ രീതിയിലാണ് ഇത് മുന്നോട്ടുള്ള യാത്രകൾ എന്നറിയില്ല. ഏതായാലും ഫുൾ സപ്പോർട്ടും ആവണം. എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓൾ കേരള ട്രിപ്പൊക്കെ ഒരുപാട് ആൾക്കാർ പല വ്ളോഗേഴ്സും യൂട്യൂബിലും ഫേസ്ബുക്കിലൂടെയൊക്കെ കാണിച്ചെന്നാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഡ്രീമായിരുന്നു ഒരു ഓൾ കേരള, ഫസ്റ്റ് ഓൾ കേരള, പിന്നെ ഓൾ ഇന്ത്യയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ടങ്ങനെ മുന്നോട്ട് പോകണം. ഏതായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിരുന്ന വർക്ക്ഷോപ്പിൽ നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ആ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. ബ്രേക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതാ വൈലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വൈലത്തൂർ നമ്മൾ ഇനി പോകുന്നത് കുറ്റിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റിൽ നോക്കുന്നത്. ലൈറ്റും അതുപോലെ തന്നെ ഫോഗ് ലാമ്പും വേണ്ടിയിരുന്നു. ഫോഗ് ലാമ്പ് നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് കുറ്റിപ്പാലം എന്ന സ്ഥലത്തേക്കാണ്. വൈലത്തൂരിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ രീതിയിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. വൈലത്തൂരത്തെ ബ്ലോക്ക് നമ്മളെ മുഖ്യമന്ത്രി വരെ ഒരു 5 മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള ബ്ലോക്കാണ്. നമ്മളിപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ ഒരു സമയം ബ്ലോക്ക് ഇല്ലാത്തത്. ഈവനിങ്ങിൽ സ്കൂളിൽ വിടുന്ന സമയം അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന സമയം മോർണിംഗിലൊക്കെ നല്ല രീതിയിൽ തന്നെ തിരക്കായിരിക്കും. നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ സോളോ ട്രിപ്പായിരുന്നു. ഇപ്പോൾ കുഞ്ഞാപ്പ് കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. കുഞ്ഞാപ്പ് എത്ര ദിവസം നമ്മൾ കൂടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഏതായാലും ഉണ്ടാവുന്ന ദിവസങ്ങളിൽ വരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും ഇവിടുന്ന് പോകല്. ഏകദേശം ശനിയാഴ്ച മോർണിംഗോട് കൂടി നേരെ കാസർഗോഡ് പോയിട്ട് പിന്നെ കാസർഗോഡ് സ്റ്റേ ചെയ്ത് കാസർഗോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ നേരെ കണ്ണൂർക്ക് പോകും. കാസർഗോഡ് സ്റ്റേ ചെയ്തിട്ട് കണ്ണൂർ അതുപോലെ തന്നെ സ്റ്റേ ചെയ്യും. ഇനിയിപ്പോൾ ലോങ് ടൈം ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡേയും കൂടി സ്റ്റേ ചെയ്യാനുള്ളവർ നോക്കും. നമുക്കത് പ്രയറിൻ്റെ സമയമായിട്ടുണ്ട്. പ്രയർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി അടുത്ത യാത്ര പൊന്മുണ്ടം ജുമാ മസ്ജിദാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ജുമാ മസ്ജിദാണ്. യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്ത് പോകാൻ പറ്റും. തിരുവനന്തപുരത്തൊക്കെ വരുന്ന ആൾക്കാർക്ക് പൊന്മുണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പേസ് നോക്കിയിട്ട് പാർക്ക് ചെയ്ത് നമ്മൾ അകത്ത് പോയി നിസ്കരിച്ചതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് കാണാം.
ബ്രേക്കെല്ലാം ഫിക്സ് ആക്കി, അതുപോലെ തന്നെ പ്രയറെല്ലാം കഴിഞ്ഞ് നമുക്കിനി പോകേണ്ടത് നമ്മളെ ഹെഡ് ലൈറ്റും അതുപോലെ തന്നെ ലൈറ്റ് ടോട്ടലി കുറവാണ്. അപ്പോൾ ലോങ് യാത്ര പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് ലൈറ്റ് വേണം. അപ്പോൾ ആ ലൈറ്റും ഫിക്സ് ആക്കാനായിട്ട് പോവുകയാണ്. സ്റ്റിൽ ഫോളോ ചെയ്യാം. നമ്മുടെ ഈ പൊന്മുണ്ടം പള്ളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് സമയത്തും യാത്രക്കാർ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു പാർക്കിംഗ് സ്പേസ് കൊണ്ട് തന്നെ ആളുകൾ ഇവിടെ കൂടുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. പള്ളി നല്ല അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി പോകുന്നത് ലൈറ്റ് ഫിക്സ് ചെയ്യണോ, ലൈറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിനി പോകുന്നത് കുറ്റുപാലയാണ്. കുറ്റുപാല 44 സുബർഖാനടുത്താണ് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണ്, ഏത് ടൈപ്പ് ലൈറ്റാണ് നല്ലത് എന്നുള്ളത് ആൾ പറഞ്ഞുതരും. വീണ്ടും നമ്മൾ ട്രിപ്പിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് കാസർഗോഡ് 1 ഡേ സ്റ്റേ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കണ്ണൂർ വരും. കണ്ണൂർ 1 ഡേ സ്റ്റേ ചെയ്യണം. മാക്സിമം പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജില്ലയിൽ 2 ദിവസം മാക്സിമം പോയി കഴിഞ്ഞാൽ 2 ദിവസം നിൽക്കാൻ കഴിയുള്ളൂ. നമുക്ക് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകണം. അതല്ലെങ്കിൽ 1 ഡേ മാക്സിമം നമ്മൾ ഫസ്റ്റത്തൊക്കെ സമയങ്ങൾ നോക്കും ഇത്രത്തോളം ഡിലേ വരുന്നുണ്ട്. അത് മാത്രമല്ല ടോട്ടലി ഡിലേ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം, നമുക്ക് തിരിച്ച് പോവും വേണം ഖത്തറിലേക്ക്. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ടാണ് നമ്മളൊരു ചുരുങ്ങിയത് ഒരു 10 ദിവസം എന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ഓൾ കേരള അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ടി ഇരുന്നാണ് നമുക്ക് തോന്നുന്നത്. ഏതായാലും നമ്മൾ പോയി നോക്കാം. ഫസ്റ്റ് നമ്മൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനുള്ളത് നോക്കട്ടെ. അങ്ങനെ നമ്മൾ സുബൈർഖാൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. സുബൈർഖാനോട് ചോദിക്കുക ലൈറ്റ് ഹെഡ് ലൈറ്റ് ചേഞ്ച് ആക്കണം, അതുപോലെ തന്നെ ഫോഗ് ലാമ്പൊക്കെ വേണം. നമ്മൾ ചോദിക്കുക എന്താണെന്നുള്ളത്. ഹെഡ് ലൈറ്റ് ടോട്ടലി ചേഞ്ച് ആക്കണം. അപ്പോൾ ഫ്രെയിമും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരൂരെത്തിയിട്ടുണ്ട്. തിരൂർ മോട്ടോറേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിലാണ് നോക്കുന്നത്. ഇവർ എല്ലാം അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ മേലത്തെ ഫ്രണ്ടിലത്തെ ഹെഡ് ലൈറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആക്കണം. അപ്പോൾ അത് കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഹെഡ് ലൈറ്റ് മൊത്തത്തിൽ ചേഞ്ച് ആവണം, എന്നാലും നമുക്ക് LED സെറ്റാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടോട്ടലി ലൈറ്റ് കുറവാണത് കാരണത്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് ഈ സൈഡിൽ സ്റ്റോറേജ് ബോക്സ് അത് അത്യാവശ്യം 2 സൈഡിലായിട്ട് കൊടുക്കാനും വേണ്ടി പക്ഷെ അത് സാധനം വരെ സെറ്റാക്കി തരാറുണ്ട്. നമ്മളെ മോട്ടോറേജ് നമ്മളെ ഹെൽമെറ്റൊക്കെ എടുത്ത് കടയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മളിത് അവർ അപ്പോൾ 2 ദിവസത്തിലായിട്ട് സെറ്റാക്കി തരാറാണ്. നമ്മൾ റൈഡ് ഉദ്ദേശിക്കുന്നത് സാറ്റർഡേ മോർണിംഗ് കൂടി നമ്മൾ റൈഡ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്തൊക്കെയാണെന്നുള്ള മാറ്റങ്ങൾ അറിയില്ല. ഏതായാലും നോക്കാം. നമുക്ക് സീറ്റൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആക്കാണ്ട് അത്യാവശ്യം ഓൾ കേരള എന്നുള്ള ട്രിപ്പ് ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലെങ്ത്തിൽ ഓടാണ്ട് ടൈം എടുക്കും. നമ്മൾ തിരൂരാണ്, ബാക്കിൽ ക്യാമറ ഉണ്ട്. നമ്മൾ ക്യാമറ ബെസ്റ്റ് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ അഗെയിൻ തിരൂരിലേക്ക് പോവുകയാണ്. വേറെ സ്റ്റോർ പറയണ്ട, ആ സ്റ്റോറിൽ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മളവിടെ സ്കിപ്പ് ചെയ്ത് നമ്മൾ നേരെ ആ മോട്ടോറേജിൻ്റെ പയ്യനങ്ങാടി സ്റ്റോറിലെത്തിയിട്ടുണ്ട്. പയ്യനങ്ങാടി സ്റ്റോറിലെത്തിയതുകൊണ്ടുകൂടി നമ്മളിതാ ഹെഡ് ലൈറ്റ് പഴയ ഹെഡ് ലൈറ്റ് ടോട്ടലി ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മളിത് പുതിയ ഫ്രെയിം അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ പുതിയ ഫ്രെയിം ഇട്ടിട്ടുണ്ട്. ഇനി ഹെഡ് ലൈറ്റ് കൊടുക്കാനുണ്ട്. ഈ കാണുന്ന ലൈറ്റാണ് നമ്മളിതാ പഴയ ഹെഡ് ലൈറ്റാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. കട്ട പോസ്റ്റാണ്. ഏകദേശം നമ്മളിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ്. അവിടെ നല്ല തിരക്കാണ്, അത് കാരണത്താലാണ് ഒന്നും പറയണ്ട. 2-3 ബൈക്കുണ്ട് ഓൾറെഡി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ സാധനം അയച്ചു വെച്ചിട്ടുണ്ട്. ഈ സൈഡത്തെ ബോക്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും എന്നുള്ള അറിയില്ല. അവർ കൺഫേം ആക്കി പറഞ്ഞിരുന്നു പറയുന്നുണ്ട് ഏതൊക്കെ സൈസ് എത്ര ലെവലിൽ വരുന്നത് ഏതൊക്കെ ടൈപ്പാണ് വരുന്നുള്ള ഒരു ഫോട്ടോ ക്യാഷ് തരുന്നുണ്ട്. ഈവനിങ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു ട്രിപ്പിനെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർ സെപ്പറേറ്റ് അഡീഷണലി അവർ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഫ്രണ്ടിൽ അഡീഷണലായിട്ടൊരു ഫ്യൂൽ ഒരു ക്യാന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം വരുന്നത് 2500-300 ഒരു സൈഡ് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഏതായാലും നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ഒന്നുമല്ല, ഓൾ കേരള അല്ല. അപ്പോൾ ഫ്യൂവലിൽ നിന്ന് വല്ലാണ്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് വല്ലാണ്ട് ഓടാനൊന്നുമില്ല. അപ്പോൾ അത് കാരണം നമ്മൾ സ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളവർക്കിപ്പോൾ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഫസ്റ്റിലിപ്പോൾ ലൈറ്റ് മാത്രം ചേഞ്ച് ആക്കുന്നുള്ളൂ. നമുക്ക് ഇനി പോയിട്ട് മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ചേഞ്ച് ആക്കണം. ഇന്നത്തെ ദിവസം കൊണ്ട് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിരുന്നില്ല. അപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഇന്നത്തെ എത്രത്തോളം കഴിയുന്നുണ്ടോ അതുവരെ നമ്മളുടെ വീഡിയോ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് വരും. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് അവരുടെ ഷോപ്പിലാണ്. 3ാമത്തെ ബ്രാഞ്ചിൽ നമ്മളിപ്പോൾ വരുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് നമ്മൾ കോട്ടയ്ക്ക് പോയിരുന്നത്. അതിൻ്റെ ശേഷം തിരൂർ കഴിഞ്ഞ ശേഷം പയ്യനങ്ങാടിയിലാണ് സംഭവം സെറ്റ്. ഇവിടെ അത്യാവശ്യം റൈഡേഴ്സിന് യൂസ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ടൈപ്സ് ആക്സസറീസും കൂടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെതാ വർക്കിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ ലൈറ്റ് ഇനി ഫിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫിക്സിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. ഫോഗ് ലാമ്പ് നമ്മളിപ്പോൾ സെറ്റ് ആക്കുന്നില്ല. അത്യാവശ്യം നല്ല പവറുള്ള LED ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഹെഡ് ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഏകദേശം ഫിക്സിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇനി ഇതാ ഒരു ബോൾട്ടും കൂടി ടൈറ്റ് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ ഉണ്ട്. കണക്ഷൻ എല്ലാം കൊടുത്ത് സെറ്റായി. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല പവർ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്.
ലൈറ്റെല്ലാം ഫിക്സ് ആക്കി നമ്മൾ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മളിതാ റൈഡ് അഗൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ റൈഡ് ഇവിടെ അവസാനിക്കും. മാക്സിമം ഇനി സമയമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്ത്. അതുമാത്രം ലൈറ്റെല്ലാം ഫിക്സായി സെറ്റായിട്ടുണ്ട്. ഏകദേശം എമൗണ്ട് വന്നത് നമുക്ക് ലൈറ്റിന് 1200, അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഫ്രെയിമിന് 700 വന്നത്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് തന്നെ. ഒരു സർവീസ് ചാർജ് ഒരു 100 രൂപ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സൂപ്പർ കാനടുത്ത് പോയിരുന്നു. സൂപ്പർ കാനടുത്ത് ഫ്രെയിം ഇല്ലാത്ത കാരണമാണ്. അപ്പോൾ ഇവിടുന്ന് ഫ്രെയിം വിത്ത് ലൈറ്റും കൂടി കിട്ടിയപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തതാണ്. അപ്പോൾ എങ്ങനെ പോലും സെറ്റ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. തിരിച്ച് നമ്മളിനി ബാക്ക് ടു ഹോമാണ്. അത് മാത്രമല്ല നമുക്ക് ഇനി മൊബൈൽ ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് മൊബൈൽ ചാർജർ വിത്ത് ഹോൾഡർ എടുക്കാം. നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല. നെക്സ്റ്റ് നമ്മളിനി പോകുന്നത് വീട്ടിൽ പോവുക. നെക്സ്റ്റ് അഗൈൻ നമ്മൾ വരാനുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. അപ്പോൾ തിരിച്ച് നമ്മളിതാ വീണ്ടും നമ്മൾ വൈലത്തൂർ തന്നെ പോകുന്നു. വൈലത്തൂർ നമ്മളിങ്ങനെ നാട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഈ പയ്യനങ്ങാടി തൊട്ട് നമ്മൾ വീട്ടിൽ വരെ ഉള്ളത് നമ്മൾ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം, ട്രാഫിക്കും കാര്യങ്ങളും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഉള്ളത് ടിയാൻറ്റിൻ്റെ മുന്നിലാണ്. ടിയാൻറ്റിൻ്റെ മുന്നിൽ നേരെ കഴിഞ്ഞാൽ പിന്നെ തലക്കടുത്തൂർ പാലാണ്. പാലം കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ആലിക്കാസ് ഹോസ്പിറ്റൽ പണ്ടത്തെ പൽനൂറാണ്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റ് ആക്കേണ്ട വീഡിയോ നമുക്ക് ആ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫാസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവാം. വൈലത്തൂർ തൊട്ട് തിരൂർ വരെയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ തന്നെ കട്ടറുകളുണ്ട്, വലിയ രീതിയിൽ തന്നെ കട്ടറുകളുണ്ട്. നൈറ്റിലൊക്കെ വണ്ടി ലൈറ്റൊക്കെ കമ്മിയുള്ള ആൾക്കാർ ബൈക്കിലൊക്കെ പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുണ്ടാനാണ്. അതൊക്കെ മാറി വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്ക് ട്രിപ്പ് അടിക്കാനുള്ള സ്ഥലങ്ങളും റോഡുകളും ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റോഡ് ഉണ്ടെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കോഴിക്കോട്, നന്ദി, അതുപോലെ തന്നെ കൊയിലാണ്ടി ഭാഗത്തൊക്കെ പോയിരുന്നപ്പോൾ റോഡുകളൊന്നും കുഴപ്പമൊന്നുമില്ല, വല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ റോഡ് എന്താ അവസ്ഥ എന്നറിയില്ല. നമുക്ക് പോയി നോക്കാം. ഏതായാലും നല്ല ഹൈവേ ഷോർട്ട് കട്ടായിട്ടുള്ള റോഡുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കുക. അതെല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കോൺടാക്ട് നമ്പറൊക്കെ കൊടുക്കുക. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ. അത്യാവശ്യം നല്ലൊരു ലെങ്ത് വന്നതോടുകൂടി നമ്മൾ വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അതായത് നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയി. നമ്മളെ ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവർ ഈവനിങ്ങോട്ട് തന്നെ ഒരു റിസൾട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 ദിവസം മാത്രമുള്ള ട്രിപ്പ് സ്റ്റാർട്ടിങ്ങിനായിട്ട്. അപ്പോൾ ഓൾ കേരള ട്രിപ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ എല്ലാവിധ സേഫ്റ്റി എക്യുപ്മെൻസും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സേഫ് ആയിരിക്കണം. അത് മാത്രമല്ല സജസ്റ്റ് ചെയ്യണം ഏതൊക്കെ റൂട്ടാണ് ഏതാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ. നമ്മൾ ഫസ്റ്റ് ഒരു റൈഡാണ് ഓൾ കേരള ട്രിപ്പ് അടിക്കുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ കാണുന്ന ആൾക്കാർ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇത് ഈസി റോഡ്, അതുപോലെ തന്നെ മാക്സിമം ഓരോരോ ജില്ലയിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് തരിക, ഏതൊക്കെ ബെസ്റ്റ് സ്ഥലങ്ങളെന്നുള്ളതെല്ലാം കമൻസിലൂടെ അറിയിച്ച് തരിക. ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ മസ്റ്റിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇപ്പോൾ നെക്സ്റ്റ് അഗൈൻ നമ്മൾ ടുമോറോ മോർണിംഗിൽ അഗൈൻ നമ്മൾ പോകും ഓരോരോ കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ സ്റ്റിൽ ഫോളോ. നെക്സ്റ്റ് പുതിയ വീഡിയോ ചെയ്യുന്നവരാ. ബൈ.